ഹലോ ഗായ്സ്, വീണ്ടും നമ്മുടെ ടെക് സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ സംസാരിച്ചെന്താ റാമിനെ പറ്റി. എന്താണ് റാം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് ടൈം മെമ്മറിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ലെവലായ CPU-നെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ്, കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ CPU, എല്ലാവർക്കും അറിയുന്ന ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു മനുഷ്യനാണെങ്കിൽ റാം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോർട്ട് ടൈം മെമ്മറിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനും അങ്ങനെ ചെറിയ ചെറിയ മെമ്മറീസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ചെറിയൊരു ലൊക്കേഷൻ മാത്രമാണ്, ചെറിയൊരു മെമ്മറി സ്പേസ് മാത്രമാണ് നമ്മുടെ റാം. പക്ഷേ എന്ത് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം, കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഫോളോ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസിഷൻ എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ CPU എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാം. ഈ CPU എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കും ഒരു നമ്മളിപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്യുകയെന്ന് വെച്ചു. കേക്ക് ബേക്ക് നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക്, ഒരു റീഡിംഗ് മാനുവൽ കാണുമല്ലോ, അത് നമ്മൾ വായിക്കുന്നു. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം നിയർ ബൈ ആയിട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യും. അതാണ് നമ്മളൊരു മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ എന്ന നിലയിൽ CPU എന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ സിമിലറായിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസ് CPU ഫോളോ ചെയ്യുന്നത് ബുക്കിൽ നിന്നും അങ്ങനെ ഒരു ഡേറ്റ സ്ട്രക്ചറിൽ നിന്നൊന്നുമല്ല, പക്ഷേ നമ്മുടെ ആപ്പിൽ നിന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് എത്ര എഫിഷ്യൻസ് ആയിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യാം, ഔട്ട്പുട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ CPU വർക്ക് ചെയ്യുന്നത്. എന്തായിരിക്കും ഈ ഇൻസ്ട്രക്ഷൻസ് എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രണ്ട് നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ കോംപ്ലക്സ് ആയിരിക്കും. നമ്മൾ ഈ CPU-യുടെ സ്പീഡിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 2.4 GHz, 3.5 GHz ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ CPU ഈ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബില്യൺ ടൈംസ് പെർ സെക്കൻഡിലാണ്. ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും ഇത് നമ്മൾ സ്പീഡ് ഇത് റൺ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കേട്ടോ 2.4 GHz, 3.5 GHz എന്നുണ്ട്. എന്താണ് ഈ GHz? അത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഈ GHz എന്ന് പറയുന്ന ഒരു മെഷേഴ്സ് ഓഫ് ഫ്രീക്വൻസിയാണ്. എത്ര വെച്ചാൽ എത്ര സൈക്കിള് നമ്മുടെ CPU-ന് ഒരു സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടേമിനെയാണ് നമ്മൾ GHz എന്ന് പറയുന്നത്. 3 GHz എന്ന് പറഞ്ഞൊരു CPU-ൽ നമുക്ക് 3 ബില്യൺ സൈക്കിൾ ഒറ്റ സെക്കൻഡിൽ റൺ ചെയ്യാൻ പറ്റും. അത്രയും ഫാസ്റ്ററായിരിക്കും നമ്മുടെ ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു CPU 3 GHz. ഇതേപോലെ തന്നെ നമ്മൾ സിമിലറായിട്ട് കേൾക്കുന്ന ഒരു പരിപാടിയാണ് കോർസ് എന്ന് പറയുന്നത്. ഡ്യുവൽ കോറുണ്ട്, ഹെക്സാ കോറുണ്ട്, ക്വാഡ് കോറുണ്ട്, അങ്ങനെ പലതരമായ കോർസ് ഉണ്ട്. ഈ ഡ്യുവൽ കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 കോർ ഉണ്ടെന്ന് വെച്ചു. 2 കോർ എന്ന് പറഞ്ഞാൽ സിംപിളി പറയുകയാണെങ്കിൽ 2 CPU അറ്റ് എ ടൈം നമുക്കുണ്ടെന്നാണ്. ഇപ്പം നമുക്കൊരു ഒരു 3 GHz ഉള്ള ഒരു സിസ്റ്റം എഫിഷ്യൻറ്റ് സ്പെക്കുള്ള ഒരു കമ്പ്യൂട്ടറാണ് നമ്മുടെ ഉള്ളത്, ഒരു CPU നമ്മുടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡ്യുവൽ കോർ ഉണ്ടെങ്കിൽ 3 GHz-ൻ്റെ 2 CPU ആണ് നമുക്ക് സൈമൾട്ടേനിയസ്ലി ഉള്ളത്. എന്ന് വെച്ചാൽ 3 GHz-ന് പകരം നമുക്ക് 3 × 2 6 GHz നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം അത്രയും 6 ബില്യൺ ടൈം പെർ സെക്കൻഡ് നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് ആൻഡ് എഫിഷ്യൻസി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടറിൽ 8 to 16 കോർസ് ഒക്കെ വരെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഈ ഭയങ്കര സ്പീഡിൽ നമ്മുടെ ഈ കാൽക്കുലേഷൻസും എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ എഫിഷ്യൻസി കൂടുന്തോറും ഇച്ചിരി ഹീറ്റ് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഈ ഗെയിമിംഗ് ലാപ്ടോപ്സിലും ഗെയിമിംഗ് മൊബൈൽസിലും മച്ച് മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം CPU-യുടെ ഒരു ഭാഗമാണ്. വർക്ക് ഹാർഡ്, ഇറ്റ് പ്രൊഡ്യൂസ് മച്ച് ഹീറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതിനെ തരണം ചെയ്യാനായിട്ട് ബിൽറ്റ് ഇൻ കൂളിംഗ് സിസ്റ്റം ലൈക്ക് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, പിന്നെ മറ്റേ ഫാൻ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഇത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇൻ്റൽ, AMD, ആപ്പിൾ അങ്ങനെ കുറേ കമ്പനീസ് അവരുടെ രീതിയിൽ ഇത് അവരുടെ CPU മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമ്മളോട് ചോദിക്കണം. അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പം ഫോണിൻ്റെ കേസിലാണെങ്കിലും ക്വാൾകോം ഉണ്ട്, സാംസങ് ഉണ്ട്, MediaTek ഉണ്ട്, അതർ കമ്പ്യൂട്ടർ CPUs ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. ഇതെല്ലാം ഓരോ സെഗ്മെൻറ്റ് വൈസ് ടോപ്പ് ലെവൽ മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതൊക്കെ കുറേ ഓരോ ടൈപ്പ് ഉണ്ട്, നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ CPU എത്രത്തോളമാണ്, CPU-യുടെ സ്പെക്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിനെ നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസിനെ എഫക്റ്റ് എന്തായാലും ചെയ്യും. നമ്മുടെ പഴയ CPU-ൽ ഒരു ചെറിയ CPU കാണുള്ളൂ, ലോഡ് ചെയ്യാൻ നല്ല സമയമെടുക്കും, മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സോ മൾട്ടിപ്പിൾ ടാബ്സോ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സിംപ്ലി സ്പെക്കിങ് ഒരു 6 GHz-ൻ്റെ ഒരു 2 കോർ പെർഫോമൻസ്, ഒരു ക്വാഡ് കോറൊക്കെ ഒരു സ്പെക്കാണ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് കുറേ പ്രോസസ്സ് റൺ ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ ഒരു ടാബിൽ നമുക്ക് ഗെയിം റൺ ചെയ്യാം, അപ്പുറത്ത് നമുക്ക് ഇരുന്നിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാം. അത്രയും കോംപ്ലക്സ് ആക്ഷൻസ് പോലും നമുക്ക് മച്ച് ഫാസ്റ്റർ റേഷ്യോയിൽ അപ്ലൈ ചെയ്യാം.
എൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയുന്നത് പറഞ്ഞാൽ CPU നമ്മുടെ സിസ്റ്റത്തിലുള്ള CPU എന്താണ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള CPUവിൻ്റെ സ്പെക്ക് എന്താണ് എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്ക് എഫിഷ്യൻസിയോ ആ സ്പീഡിനെയും വളരെ അഫക്റ്റ് ചെയ്യും. സോ നമ്മളൊരു സിസ്റ്റം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സ്പെക്ക് എല്ലാ തവണയും തിരഞ്ഞെടുത്ത് നോക്കാനുള്ള ആ ഒരു ശേഷി നമ്മൾ കാണിച്ചിരിക്കുക. സോ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തത്. ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഫോർ മോർ ടെക് ബേസിക് സീരീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. ഓക്കെ, സോ താങ്ക് യു.